വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ കടന്നു പോകുന്നത്. പറയാതിരിക്കാനാവില്ല. വല്ലാത്തൊരവസ്ഥയിലൂടെ. കാരണം നമുക്കറിയാം, സോൾട്ട് ലേക്കിൽ പോയി നമ്മൾ മോഹൻ ബഗാനെ പരാജയപ്പെടുത്തി. അതിനുശേഷം സൂപ്പർ കപ്പിന് വേണ്ടി പിരിയുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് തുടർച്ചയായി 4 മത്സരങ്ങൾ പരാജയപ്പെടുന്നു. സൂപ്പർ കപ്പിൽ 2 മത്സരവും. അത് കഴിഞ്ഞ് സൂപ്പർ കപ്പ് കഴിഞ്ഞ സമയത്ത് പരിശീലകൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, അത് നോക്കണ്ട, നമ്മൾ അതൊരു പ്രാക്ടീസ് മാച്ചായി എടുത്താൽ മതി. അതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് വെറും ഒരു പ്രാക്ടീസ് മാച്ചായി എടുത്താൽ മതി, ഇനിയാണ് കളി കാണാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് തുടർച്ചയായി 2 മത്സരം ലീഗിലും പരാജയപ്പെട്ടിരിക്കുന്നു. അതും കൊച്ചിയിൽ വെച്ച് പഞ്ചാബ് FC കേരള ബ്ലാസ്റ്റേഴ്സിനെ കംപ്ലീറ്റ് ഔട്ട് ക്ലാസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം അത്ര മികച്ച പോരാട്ടമാണ് കേരളത്തിനെതിരെ പഞ്ചാബ് പുറത്തെടുത്തത്. അവർ കൃത്യമായി ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്ന രീതി തന്നെയാണ് അവർ പുറത്തെടുത്തത്. തീർച്ചയായിട്ടും അത് ഫലം കണ്ടു എന്ന് തന്നെ പറയാം. ഏതായാലും വല്ലാത്തൊരു മോശം പെർഫോമൻസ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളുടെ കയ്യിലും ഉണ്ട് എന്ന് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് KP രാഹുലടക്കമുള്ള താരങ്ങളുടെ പെർഫോമൻസ്. മാത്രമല്ല ഒട്ടുമിക്ക താരങ്ങളും വളരെ മോശം ഫോമിൽ തന്നെയാണ് കളിച്ചത്. റിൻസിച്ച് ഒഴികെ ബാക്കി എല്ലാ താരങ്ങളും വളരെ മോശം ഫോമിൽ തന്നെയാണ് ഇന്നലെ കളിച്ചിട്ടുണ്ടായിരുന്നത്. കൃത്യതയില്ലാത്ത പാസുകളും കംപ്ലീറ്റ് മിസ്പാസ് മാത്രമായിരുന്നു 90 മിനിറ്റും കാണാൻ സാധിച്ചത്. വളരെ 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 ദയനീയമായ കളിയായിരുന്നു കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത്. ആരാധകർക്ക് ഒട്ടും ഇമ്പ്രസീവായിട്ടുള്ള പെർഫോമൻസേ ആയിരുന്നില്ല. തീർച്ചയായിട്ടും ആ ഒരു അവസരം മുതലെടുക്കാൻ പഞ്ചാബ് FCക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അവർ അത് കൃത്യമായി മുതലെടുക്കുകയും അവർ വിജയിച്ച് കയറുകയും ചെയ്തു.